കുക്കറിലേക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്ത ഒരു ഗ്ലാസ് കടലയും ഒരു സവോളയും ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കടല വേവാൻ ആവശ്യത്തിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിലിന് വേവിക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് ഒരു പാനിലേക്ക് ഒരു മുറി തേങ്ങ ചിരുവിയതും ഈ കാണുന്ന സ്പൈസസും 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഇളക്കി മൂപ്പിച്ച് ഒരുപാടൊന്നും മൂത്ത് പോവാതെ ഈ ഒരു കളറിലും പരുവത്തിലും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒട്ടും തരിയില്ലാതെ നല്ലപോലെ നരച്ചെടുക്കണം. ഈ സമയം കൊണ്ട് നമ്മുടെ കടലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടേ. ഇനി ഇതൊരു പാനിലേക്ക് മാറ്റി അരച്ചു വെച്ച തേങ്ങാരപ്പും ചേർത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഈ സമയം ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് കൂടെ തിളപ്പിച്ച് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഉലുവായും കടുകും ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി മൂപ്പിച്ച് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ ചാറൊക്കെ നല്ലപോലെ കുറുകി അടിപൊളി കടലക്കറി റെഡി. അപ്പോൾ എങ്ങനെയാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനെ ഇപ്പോൾ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.